ഹലോ സഹോദരങ്ങളെ, നിങ്ങൾ കണ്ടോളി. അതായത് ജില്ലയിലെ ഏറ്റവും വലിയ പന്നിവേട്ട, വെടിവെച്ച് വീഴ്ത്തിയത് 87 പന്നികളെ. 87 പന്നികളാണ് ഈ കിടക്കുന്നത്. കണ്ടില്ലേ? വെടിവെച്ച് വീഴ്ത്തിയതാണ്. നാട്ടുകാരുടെ കൃഷി നശിപ്പിച്ചത് കാരണം വെടിവെച്ച് വീഴ്ത്തി പന്നികളെ. 87 പന്നികൾ. ഇതുണ്ടോ? 87 പന്നിയാണ്. ഈ പന്നികളെ വെടിവെച്ച് വീഴ്ത്തിയിട്ട് എന്താ കാട്ടാൻ പോണെങ്കിൽ കൊല്ലാൻ പോവുക, പിന്നെ കുഴിച്ചിടാൻ പോവുകയാണ്. ഇങ്ങളെ കുഴിച്ചിടാം. 87 പന്നി എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു പന്നിക്ക് 16 റുപ്യ ചൂട്ടാണെങ്കിൽ 87,000 റുപ്യ വിലയും. 17,000. ഈ 87 പന്നിനെ വെടിവെച്ചു കൊല്ലാം പഞ്ചായത്ത് കൊടുക്കുന്ന ഒരു പന്നിക്ക് 2,000 റുപ്യാണ്. അപ്പോൾ എത്രയായി? 1,74,000 റുപ്യയായി. നിങ്ങൾ മനസ്സിലാക്കണം. ആ 1,74,000 റുപ്യ ചിലവാക്കിയിട്ട് ആ പന്നിനെ വെടിവെച്ച് JCB കൊണ്ട് കുജുത്തിയാണ്ട് അയക്കാൻ മറിച്ച 1 കിലോ പന്നിയിറച്ചിൻ്റെ വില 400 റുപ്യാണ്. തിന്നണോല് തിന്നോട്ടെ, അത് ജനങ്ങൾക്ക് കൊടുക്കണം. അതല്ലെങ്കിൽ അത് അവിടെ തന്നെ വെച്ച് ലേലം ചെയ്യണം. ലേലം ചെയ്ത് അത് വിറ്റിട്ട് എന്ത് ചെയ്യണം? ജനങ്ങൾക്ക്, ആ കർഷകർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. ഇത് പൂള, വായ ഇങ്ങനെ പോയിട്ട് സർവ കൃഷി നശിപ്പിച്ച് തിന്ന് കൊഴുത്ത് ഓരോന്നിൻ്റെ ചൊറുക്ക് നോക്കിയാണ് നിങ്ങൾ. പെരുംജാതി ചൊറുക്കില്ല പന്നി. ഇത് ഭക്ഷണമാണ്. ചില ആളുകൾക്ക്, മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. ഓല് കഴിക്കണ്ട, കഴിക്കണോല് കഴിച്ചോട്ടെ കേട്ടോ. എന്നിട്ട് അതിനെ തിന്നാൻ പറ്റുന്ന ജനങ്ങളുടെ ഇവിടെ ഐറ്റങ്ങൾക്ക് ഓങ്ങല്ലൂർ പ്രദേശത്ത്, ഓങ്ങല്ലൂർ പഞ്ചായത്തിലാണ് ഈ സംഭവം. 87 പന്നി അതിനെ വെടിവെച്ചെന്ന് പറഞ്ഞ് കുഴിച്ചിടുക. എന്താ അതൊക്കെ ഒരു അക്രമം? ഒരു പന്നിനെ വെടിവെക്കാൻ 2,000 രൂപ ചിലവാണ്. 2,000 രൂപ ചിലവാണ്. അപ്പോൾ 1,74,000 രൂപ പന്നിനെ വെടിവെച്ചു കൊല്ലാം പഞ്ചായത്തിന് ചിലവ്. ഈ കർഷകൻ്റെ വായും പൂളിയും കുത്തി നശിപ്പിച്ചിട്ടുള്ള ചൊറുക്ക് പണികളെ കണ്ടോക്കെയാണ്. പെരും ചൊറുക്കില്ല പന്നികൾ. ഇത് വെറുതെ ഉണ്ടായതല്ല. ഇവിടെ പാവപ്പെട്ട കർഷകൻ്റെ വിയർപ്പും കണ്ണുനീരും സങ്കടവുമാണത്, ആ തടിൻ്റെ ചൊറുക്ക്. എന്നിട്ട് നിങ്ങളതിനെ കുഴിച്ചിടേ. അതിനൊരു വിഭാഗം ആളുകൾക്ക് തിന്നാം, അവർക്കത് ആറാമില്ല. അതുകൊണ്ട് തന്നെ ഒരു തരം സാഹചര്യങ്ങളിൽ എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത് എന്താണെന്ന്, അത് അവിടെ തന്നെ ലേലം ചെയ്ത് വെക്കണം. അവിടെ തന്നെ ലേലം ചെയ്ത് വെക്കണം. 87 പന്നിയാണ്. 87 പന്നിക്ക് 16 റുപ്യ വെച്ച് കൂട്ടിക്കോളി. നിങ്ങൾ 16 റുപ്യ വെച്ച് കൂട്ടിക്കോളി. നിങ്ങൾ മനസ്സിലായി? ഒരു പന്നിക്ക് 16 റുപ്യ വെച്ച് കൂട്ടിയാൽ മതി. 10 പന്നിക്ക് 1,00,000 റുപ്യ. അപ്പോൾ 87 പന്നിക്ക് എത്ര ഉണ്ടാവും? 5-8 ലക്ഷം, 10 ലക്ഷം റുപ്യേൻ്റെ മുതലാണ്. ആ സ്പോട്ടിൽ അതിന് കിട്ടും. 10 ലക്ഷം റുപ്യേൻ്റെ മുതലാണത്. തിന്നുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ 10 ലക്ഷം റുപ്യേൻ്റെ മുതലാണ്. അതിന് ഇങ്ങോട്ട് കൂട്ടിയിട്ട് അത് കർഷകർക്ക് നഷ്ടം കൊടുക്കണം. അവിടെ തന്നെ സ്പോട്ടിൽ കച്ചവടമാവും. ഇതാ പഞ്ചായത്തും ഫോറസ്റ്റും കൂടിങ്ങാണ്ട് കൃഷി നശിപ്പിക്കുന്ന പന്നികളെ വെടിവെച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ലേലം ഇവിടെ നടക്കുമെന്ന് പറഞ്ഞാൽ അത് ലേലം നടത്തിങ്ങാണ്ട് ആ ലേലം കൊണ്ട് അത് ഇങ്ങോട്ട് പറയാം ഒരു മണിക്കൂറിനുള്ളിൽ വിൽക്കാനുള്ളത്. ഒറ്റ മണിക്കൂറിനുള്ളിൽ. എന്നിട്ട് ഈ പൈസ എടുത്താണ്ട് പഞ്ചായത്തിൽ ഈ പൈസ എടുത്താണ്ട് ഈ കൃഷി നഷ്ടപ്പെട്ട കർഷകർക്ക് നഷ്ടം കൊടുക്കണത്. കുഴിച്ചിട്ടിട്ട് എന്താ കാര്യം? കൊടുത്ത് കളണ്ട മാളെ കൂട്ടിച്ച് ചത്തിച്ചളാറുന്ന മാതിരി ഇല്ല പരിപാടി. ഇതൊക്കെ സർക്കാർ നിർത്തണം. സർക്കാർ ഇതിലൊക്കെ ബോധവാന്മാരാകണം. ഇതിങ്ങനെ പഞ്ചായത്തിലെ പൈസയും കളഞ്ഞ് പാവപ്പെട്ട കർഷകരെ കൃഷിയും കുത്തി നശിപ്പിച്ച് വായും നശിപ്പിച്ച് പ്രതീക്ഷയോട് കൂടി ഉണ്ടാക്കിയ എല്ലാം പിന്നെ കൃഷിയും ഈ പന്നികളെ നശിപ്പിച്ചിട്ട് പിന്നെ അവരെ വെടിവെച്ച് JCB കൊണ്ട് കുഴിച്ചിട്ട് എന്താ കാര്യം?
തിന്നോട്ടെ, തിന്നാൻ പറ്റുന്ന ആൾക്കാർക്ക് തിന്നോട്ടെ. നല്ല ഭക്ഷണമാണ്. 1 കിലോ പന്നിക്ക് 400 റുപ്യ വിലയാണ്. 400 റുപ്യ കൊടുത്താണ് ജനങ്ങളെ വാങ്ങണത്. ഈ ജാതി പിന്നെ ഹൈ ഫുഡാണ് നിങ്ങൾ കൊണ്ടുപോയി കുഴിച്ചിടുന്നത് ജനങ്ങൾക്ക്. നാണോ മാനുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഇനി തന്നെയെങ്കിലും ഇത്തരം സാഹചര്യങ്ങൾ സർക്കാർ ചില ന്യായങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇവിടെ പൈസ കർഷകർക്ക് നഷ്ടപരിഹാരം കൊടുത്തളി. മാത്രമല്ല ഈ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടേക്കാണ്ട് നശിപ്പിക്കാൻ പാടുണ്ടോ? പൈസയും കൊടുത്താണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ പന്നിയൊന്നുമില്ല. തിന്നുന്ന ആൾക്കാരുണ്ടാവും. ഓല് തിന്നണിന് യാതൊരു എതിർപ്പില്ല. ആ എതിർക്കപ്പെടാൻ പറ്റൂല. അതാണ് ഇവിടുത്തെ സാഹചര്യം. അവനാൻ തോന്നിയ മുതൽ അവനാൻ അതെനിക്ക് പറ്റൂല എന്ന് തോന്നി പറ്റൂല എന്ന് പറയാം. പന്നിയിറച്ചി നിന്നോട്ടെ, അതിലൊരുപാട് കടകളും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടല്ലോ അവിടെ. അപ്പം നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതാണ്, നിങ്ങളെ ഈ സാധനത്തെ ലേലം ചെയ്ത് വിറ്റ് ആ പൈസ സർക്കാരുകളിലേക്ക് നൽകണമെന്നാണ്, പിന്നെ കർഷകർക്ക് നഷ്ടപരിഹാരമായി നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം. ഓക്കെ.